Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ചായയ്ക്ക് പറ്റിയ ഒരു പലഹാരമാണ്. ഇത് നമ്മുടെ പരിപ്പ് വടയുടെ ഒരു അനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബീട്രൂട്ട് വടയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്കത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട് വട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു 1/4 കപ്പ് തുവരപ്പരിപ്പും ഒരു 1/4 കപ്പ് കടലപ്പരിപ്പും ഇത് രണ്ടും 2 മണിക്കൂർ വീതം 2 മണിക്കൂർ കുതിർത്തി വയ്ക്കാം. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്കതിനെ അരച്ചെടുക്കാം. അരച്ചത് എന്താ പറയുക, വളരെ പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ഇതുപോലെ ആയിരിക്കണം. കുറച്ച് കടലപ്പരിപ്പുകളൊക്കെ അതിലുണ്ടായിരിക്കണം. അപ്പം ഞാനിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. ആ ഊറ്റി കളഞ്ഞിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അങ്ങനെ. അപ്പോൾ അതെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറച്ച് കടലപ്പരിപ്പുകൾ ഇങ്ങനെ കടിക്കാനായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഉള്ളിയാണ് എടുത്തത്. ഇതൊക്കെ ചെറുതായി കൊത്തി അരിഞ്ഞത്, ഇത്രയും ചേർക്കുക. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീകി എടുത്തതാണ്. ചീകിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ അതിനെ ഒന്ന് ഞെക്കി അതിലത്തെ വെള്ളം കളയണം. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട്. അപ്പോൾ അതാദ്യം മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്. പിന്നെ 2 ടീസ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് തുടങ്ങുമ്പം വെള്ളപ്പറ്റ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് 1-2 ടീസ്പൂൺ കൂടി കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇത് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പം ഇങ്ങനെ ഒരു ഉണ്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി എന്നർത്ഥം. ഉണ്ടയായി കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ പാമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മുടെ പരിപ്പ് വടയുടെയൊക്കെ അങ്ങനെ ഒരു രൂപം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് വടകളെ ചുട്ടെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കാനേ പാടുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വട ഇടുമ്പം മീഡിയം ചൂടായിരിക്കണം. പിന്നെ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അത് ഒരുവിധം വെന്തൂന്ന് തോന്നണ വരെ അതിനെ തിരിച്ചും മറിച്ചൊന്നും ഇടരുത്. കളർ കുറച്ച് മാറി തുടങ്ങുമ്പം നമുക്ക് ഇതുപോലെ മറിച്ചിടാം. ഞാനിപ്പോഴും മീഡിയം ഫ്ലെയിം തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പം നമുക്കതിൻ്റെ കളറ് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ശരിക്കും നല്ലൊരു ക്യാമറയിൽ ശരിക്കും കാണാത്തതാണ്, നല്ലൊരു ചുവന്ന കളറാണ്. അപ്പോൾ ഞാനത് സൂര്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കളറ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ ബീട്രൂട്ട് വടയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. ഇപ്പോൾ ഇതേ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവില്ലേ, നല്ല ചൊകചൊകാന്നിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.